PAVI ഭാവി ഭാവി കുരിശ. അതായത് ഭാവി കുരിശ് പടം ചക്കര. ചക്കരയാ? ആരാടാ നിന്റെ ചക്കര? ചക്കര ശുണ്ണണി ചക്കര. ഏതാണ് എന്നെ ചക്കര എന്ന് വിളിക്കുന്നത്? എന്ത് ചക്കര എന്ന് വിളിച്ചോട്ടെ? എന്റെ ചുന്ദരിക്കുട്ടനെ ചക്കര എന്നല്ല ചേട്ടാ എന്ത് വിളിച്ചു മുത്ത? ഞാൻ സുന്ദരനൊക്കെ തന്നെ, അതെനിക്കറിയാം. പക്ഷെ നീ എന്നെ ചക്കര എന്ന് വിളിക്കണ്ട. നാട്ടുകാർ കേട്ടാലേ തെറ്റിദ്ധരിക്കും. നീ എന്തിനാ എന്റെ പറമ്പി വന്നത്? എന്റെ പറമ്പി വന്നത് എന്തിനി? പറമ്പിൽ വന്നത് ഞാൻ പിന്നത് വന്നത് വന്നത് മൂത്രമൊഴിക്കുക. മൂത്രം ഒഴിക്കാനാ? നീ എന്താ മൂത്രം ഒഴിക്കുക എന്റെ പറമ്പി പറഞ്ഞത്? അപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആണെങ്കിൽ തരിച്ചാറ്റ് കിടക്കല്ലേടാ, അവിടെ പോയി ഒഴിയടാ. എന്തിനാ കൃഷി സ്ഥലത്ത് വന്ന് ഇല്ലാതാക്കണം? അല്ലാണ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ മൂത്രം ഒഴിക്കാൻ കുറച്ച് സ്ഥലം കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയത്. അതല്ലേ പറഞ്ഞ അപ്പുറത്ത് പോ, അപ്പുറത്ത് തരിച്ചല്ലേ. എന്തിനിവിടെ കൃഷി സ്ഥലത്ത് തന്നെ കൃഷിയൊക്കെ ഇല്ലാതാക്കുന്നത്? ഞാൻ മനഃപൂർവ്വം തന്നെ കേൾക്കുന്നത്. എന്തിന് മനഃപൂർവ്വം വന്നത് അത് പറ. ഈ മൂത്രത്തിനകത്തെ യൂറിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ യൂറിയ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തിനും നല്ല വളമാണത്. ആണോ? എന്റെ പൊന്നു മോനെ, നീ നിന്റെ വളം എന്റെ പറമ്പിൽ ഇറക്കാൻ നോക്കണ്ട. ആദ്യം നിനക്ക് ഈ വളം ഇവിടെ ഇറക്കാൻ തോന്നും. അത് കഴിയുമ്പോൾ നിന്റെ വേറെ വളങ്ങൾ ഇവിടെ വേറെ പലരേലും ഇറക്കാൻ വേണ്ടി തോന്നും. അതേത് വളം? അത് ഞാൻ പറഞ്ഞുതരാം. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ പറമ്പിലെ കൃഷിക്ക് ഞാൻ വളവും വെള്ളവും എല്ലാം നന്നായിട്ട് കൊടുത്ത് തന്നെ വളർത്തണം. അതുകൊണ്ട് പോവാൻ നോക്ക്. അതിനൊക്കെ ഭയങ്കര പൈസ. ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ അവിടെ രണ്ട് മൂത്രം ഒഴിക്കാൻ പോകണം. എനിക്കത് അറിയാം. നിന്റെ ഫ്രീ ഉള്ള വളമല്ലേ ഇവിടെ ഇറക്കണ്ട. പോ കേട്ടാ. ഇപ്പൊ തന്നെ പോണോ? ഇല്ല, ഇവിടെ കൂടുതലായിട്ട് താമസിക്കും. കുതിരട്ടി അമിച്ച് എത്രയാണ് നല്ലത്? എനിക്ക് ചാരുവിനേക്കാൾ നല്ല. എന്തോന്ന് എന്തോന്ന് പറഞ്ഞു? അല്ല, ഞാൻ പോകേണ്ട കാര്യം പറയായിരുന്നു. പോട്ടെ. നീ വാ, ഒരു കാര്യം ചോദിച്ചില്ല, ഇങ്ങോട്ട് വാ. നീയാണ് ഈ ഇലയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഇങ്ങോട്ട് തിരിയടാ. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നീയാണ്? ഞാനല്ലേ? അല്ലേ? ഇതെന്തോന്ന് എഴുതിക്കണമെന്ന് വായി. നിങ്ങൾക്ക് വായിക്കാറുണ്ടോ? എനിക്ക് വായിക്കാനൊക്കെ അറിയാം. ഇത് കൂട്ടക്ഷരായതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. വായിക്കാറോടെ അങ്ങ് പറഞ്ഞാൽ പോരെ. തെളിയിച്ചിരിക്കുന്നതെന്ന് അറിയാം. ഞാൻ പറഞ്ഞുതരാം. എടാ പരനാറി. പാവി എന്നല്ലടാ എഴുതിക്കണേ. ഇംഗ്ലീഷിൽ ചെറിയ ഷോർട്ടായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പരനാറി. PA എന്ന് വെച്ചാൽ പരനാറി, BA എന്ന് വെച്ചാൽ വിവരദോഷി. അപ്പൊ ഈ കുരിശല്ലല്ലാണത്, മറ്റേ ഇത് പ്ലസ് അധിക ചിഹ്നമില്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് വായിച്ചുതരാം. ഞാൻ തന്നു. എടാ പരനാറിയായ വിവരദോഷി, നീ എന്നോട് അധികം കളിച്ച CH. അയ്യോ, ഇത് ഭയങ്കര തെറിയാണ് ഇംഗ്ലീഷിലെ. ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ആരുടെ എന്നെ എത്ര ഇങ്ങനെ തെറി എഴുതാൻ ഇവിടെ? തെറി മിക്കവാറും എഴുതി വെച്ചത് ഏതെങ്കിലും നല്ല ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും. അല്ല, എൻ്റെ അടുത്ത് അത്രയും ദേഷ്യമുള്ള ഇവിടെ ആരും ഇല്ലല്ലോടേ. അതാണ് ഞാനും ആലോചിക്കുന്നത്. കാണുവണ്ണാ, എൻ്റെ ഈ സൗന്ദര്യത്തിൽ ആരെങ്കിലുമൊക്കെ അസൂയ കാണും. കാണാതിരിക്കൂല. അസൂയ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതുവാടാ. ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഈ കൃഷിയൊക്കെ ഇങ്ങനെ നടന്ന് വലിയ സംഭവമായിട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയല്ലേ. വരാവേ. മനഃപൂർവ്വം ആദ്യം അങ്ങനെ പറഞ്ഞു കിട്ടിയാണല്ലേ. എന്തോന്ന് അവിടെ കുശി കുശിക്കണേ? ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോകുന്ന. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? പോട്ടാ. മോളെ, നീ കണ്ടാടി? എന്തുവാ? ഇങ്ങോട്ട് നോക്ക്. എന്നെ കുറിച്ച് ആരോ മോശം ചീത്ത എഴുതി വെച്ചിരിക്കണടി. ചീത്തയല്ലേ? ശരി. ഇതാരും ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നേ? എനിക്ക് തോന്നണതേ ഞാൻ കൃഷി ചെയ്യുന്നതിൽ ഏവനെങ്കിലും അസൂയുള്ളവന്മാർ വന്ന് എഴുതി വെച്ചായിരിക്കും. ആയിരിക്കും മാവാ. അമ്മാവ് സൂക്ഷിച്ചോ. കണ്ടുപിടിക്കും. ഞാൻ ആരെഴുതിയാലും ഞാൻ കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെ എഴുതാമോ മോളെ? പിന്നല്ലാണ്ട് എന്ത് എഴുതി വെച്ചിരിക്കുന്നല്ലേ? അതാണ് അന്നന്മാര്.